എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ ബൊട്ടീക് കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷൻ കാണാം. വലിയ ബാഗ് കാണിക്കുമ്പോൾ എല്ലാവരും ചെറിയ ബാഗ് ചോദിക്കും, ചെറിയ ബാഗ് കാണിക്കുമ്പോൾ എല്ലാവരും വലിയ ബാഗ് ചോദിക്കും. അപ്പൊ കുറച്ച് വലുതും പിന്നെ ചെറിയ ബാഗുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. കാണിക്കുന്ന ബാഗ് നല്ലൊരു ബീച്ച് ഷെയ്ഡിൽ വരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ സ്ലിങ് നല്ല ലെങ്ത് ഉള്ള സ്ലിങ് ആണ്. ഇവിടെ കെട്ടി വെച്ചിരിക്കുകയാണ്. അത് കാരണമാണ് ഞാൻ അത് ഓപ്പൺ ചെയ്യാത്തത് കേട്ടോ. ഇതിന്റെ അപ്പിയറൻസ് കണ്ടോ? അതായത് ഇപ്പൊ നമുക്ക് ഇതൊരു തുണിയുമൊക്കെ ഇങ്ങനെ ഒരു നെറ്റിന് വരുന്ന ഒരു ഡിസൈനിന്റെ പോലെ തോന്നും. പക്ഷെ ഇതും റെക്സിൻ തന്നെയാണ് മെറ്റീരിയൽ. പക്ഷെ കൂടിയ റെക്സിനിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ബാക്ക് സൈഡ് ഇതുപോലെ, ഇതില് ഒരു സിബും ഒരു പോക്കറ്റും ബാക്ക് സൈഡിലുണ്ട്. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ഫ്ലാപ്പ് ആണ്. അപ്പൊ ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതാ ഈ ഭാഗം ഇതുപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽസിന്റെ ഒക്കെ ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ സെന്റർ പോർഷൻ ഇങ്ങനെയാണ് ഫ്ലാപ്പ്. ഇത് കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ബാഗാണ്. അപ്പൊ ഇത് ഫ്ലാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു സിബാണ്. ഈ സെന്റർ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ 2 കള്ളിയാണ് വന്നിരിക്കുന്നത്. കണ്ടോ? ഇതിന്റെ ഉള്ളിൽ 2 കള്ളി. ഇത് നമുക്കിപ്പോ 3 ഫോൾഡ് കൊട ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് ഇതുപോലെ ഇങ്ങനെ ഈസി ആയിട്ട് ഇടാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ചെരിച്ചു വെച്ച് ഇതിൽ കടത്താൻ പറ്റും. ചെരിച്ചു വെച്ച് ഇങ്ങനെ കടത്തിയിട്ട് നമുക്ക് ഈ ഫ്ലാപ്പ് കൊണ്ട് അടയ്ക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ പിന്നെ ഇതില് കണ്ണാടിക്കൂട്, മൊബൈല്, അങ്ങനെ നമുക്ക് ഒരു യാത്രക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ സെന്ററിൽ ഒരു സിബും ഒരു പോക്കറ്റും വേറെ ഉണ്ട്. സൈഡില് ഒരു സിബ് ഇല്ലാത്ത വേറൊരു ചെറിയൊരു പോക്കറ്റ്. പിന്നെ ഇതിന്റെ ഈ ഭാഗത്ത് വീണ്ടും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. അപ്പൊ ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിലുള്ളത്. 2 കള്ളിയാണ് ഇതിന്റെ ഉള്ളിൽ വരുന്നത്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 650 രൂപ. അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് കാണിച്ചത് ഒരു നല്ലൊരു ബീച്ച് ഷെയ്ഡ്, പിന്നത്തേത് കാണിക്കുന്നത് നല്ലൊരു ബ്രൗണും ചോക്ലേറ്റും ഒക്കെ കലർന്നൊരു ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡ്, പിന്നത്തെ ഒരു ഷെയ്ഡ് കാപ്പിപ്പൊടി കളർ. അപ്പൊ ഇതിന്റെ ഫ്ലാപ്പ് ആണ് ഡാർക്ക് കാപ്പി. ഈ സൈഡിലേക്ക് വരുമ്പോ ഒരു ലൈറ്റ് കാപ്പിയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഷെയ്ഡുകൾ, നല്ല ബാഗുകളാണ്. നല്ല റെക്സിനിൽ ചെയ്തിരിക്കുന്ന ബാഗാണ്. അപ്പൊ ഇതിന്റെ ഓരോ ബാഗിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 650. ഈ ബാഗ് വന്നിരിക്കുന്നത് നല്ല നീളത്തിലുള്ള സ്ലിംഗ് ആണ്. ഇതിന് നമുക്ക് ഷോൾഡറിൽ ഇതുപോലെ നല്ല ലെങ്ത്തിൽ ഇടാൻ പറ്റുന്നത്. അതല്ല, ഇത് ക്രോസ് ചെയ്ത് ഇടണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്തും ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. നമ്മളൊരു 1 ഡേ ട്രിപ്പ് ഒക്കെ പോകുന്ന, ഒരു ഔട്ടിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിൽ 3 ഫോൾഡിന്റെ കൊട കൊള്ളില്ല കേട്ടോ. 5 ഫോൾഡിന്റെ കൊട, കണ്ണാടിക്കൂട്, മൊബൈല്, അങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷൻ വന്നിരിക്കുന്നത് ഇവിടെ ഒരു പൂക്കെട്ട്, ഒരു ബോ പോലെയാണ് ഇവിടുത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡില് ഒരു സിബും ഒരു പോക്കറ്റും ഇവിടെ ഉണ്ട്. പിന്നെ ഇതിന്റെ സെന്ററിൽ, ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ ഒന്നും വെക്കാത്തത് കൊണ്ടാണ് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നത്. ഇനി ഇതിന്റെ സെന്ററിൽ ഒരു കള്ളിയുണ്ട്. ഈ കള്ളി തുറന്നു കഴിയുമ്പോ ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതുപോലെയുള്ള ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. ഇതിന്റെ ഈ സൈഡിലും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എവിടേക്കെങ്കിലും ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാനില്ലാതെ ഒരു ചെറിയൊരു ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്രയൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഈ ബാഗിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 480. ഇപ്പൊ ഞാൻ കാണിക്കുന്ന കളർ എന്ന് പറയുന്നത് ഒരു ഗ്രീനിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡാണ്. ഡസ്റ്റി ഗ്രീൻ എന്ന് പറയാം, അങ്ങനത്തെ ഒരു ഗ്രീൻ ആണ്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്, പിന്നത്തെ ഷെയ്ഡ് നല്ലൊരു ബീച്ച് ഷെയ്ഡ്, പിന്നെ വരുന്നൊരു ഷെയ്ഡ് ഒരു കാപ്പിപ്പൊടി ഷെയ്ഡ്, പിന്നെ വരുന്നൊരു ഷെയ്ഡ് മൗ ഷെയ്ഡ്. അപ്പൊ ഇത്രയ്ക്കും ഷെയ്ഡുകളിലാണ് ഈ ബാഗ് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 480. ഈ ബാഗ് ഇതിൽ ഞാനിപ്പം പേപ്പറുകളൊന്നും നിറച്ചിട്ടില്ല കേട്ടോ. കാരണം ഇത് ഞാനിപ്പോ ഒരു 3ഓ 4ഓ പ്രാവശ്യമായിട്ട് കാണിക്കുന്ന ഒരു ബാഗാണ്. ഇതുപോലെ നല്ല വീതിയുള്ള സ്ട്രാപ്പാണ്, നല്ല ലെങ്ത്തിലുള്ള സ്ട്രാപ്പാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ക്രോസ് ചെയ്ത് ഇടാൻ പറ്റുന്ന ബാഗാണ്. പിന്നെ ഈ ബാഗിന്റെ ഉള്ളിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൊട ഈസി ആയിട്ട് വെക്കാൻ പറ്റും. ഇത് ഞാൻ ഉപയോഗിക്കുന്ന ബാഗാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിന്റെ മെറ്റീരിയൽ 100% വാട്ടർ പ്രൂഫ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുറച്ചൊക്കെ മഴ കൊണ്ടാലും ഇതിന് ഒരു കംപ്ലൈന്റും ഇല്ലാത്ത ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ ഇത് ഒരു ഗ്രീനിന്റെ ലൈറ്റ് ഷെയ്ഡാണ്. ഇവിടെ ഒരു പ്രസ് ബട്ടൺ ആണ്. ഈ പ്രസ് ബട്ടൺ
ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. അപ്പം കാണാൻ പറ്റില്ല. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സിബ് ഒരു പോക്കറ്റും ആണ്. ബാക്ക് സൈഡിലും ഒരു സിബ് ഒരു പോക്കറ്റും ഉണ്ട്. സെന്റർ കള്ളി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇതിന്റെ ഉള്ളിൽ നല്ല സ്പേസാ. ഇവിടെ ഒരു സിബ് ഇല്ലാത്ത ഒരു പൗച്ച് ഉണ്ട്. പിന്നെ ഈ ഭാഗത്ത് ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. ഇതിന്റെ ഉള്ളിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. കണ്ടോ, ഞാനിത് ഉപയോഗിക്കുന്ന ബാഗ് ആയതുകൊണ്ടാണ് പറയുന്നത്. ഒരുപാട് പേര് എന്റെ കയ്യിൽ നിന്ന് മേടിച്ചിരിക്കുന്നതാണ് ഈ ബാഗ്. ഇപ്പോഴും ആരൊക്കെയോ എന്നോട് ചോദിച്ചു, അവര് ഈ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് ക്രോസ് ചെയ്തും ഇടാൻ പറ്റും, അല്ലാതെയും ഇടാൻ പറ്റും. ക്രോസ് ചെയ്ത് ഇടാനൊക്കെ ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ വീതിയുള്ള സ്ട്രാപ്പാണ് നല്ലത്. അപ്പം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 610. അപ്പൊ ഈ ഒരു കളർ, ഫസ്റ്റ് കളർ ഇങ്ങനത്തെ ഒരു ലൈറ്റ് ഗ്രീൻ ആണ്. പിന്നത്തെ വന്നിരിക്കുന്ന കളർ ഒരു നേവി ബ്ലൂ കളറ്. പിന്നത്തത് ഒരു ബ്ലൂവും പൗഡർ ബ്ലൂവും ഗ്രേയും കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. പിന്നത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്. അപ്പൊ പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു മൗ ഷെയ്ഡ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളൂ. വളരെ കുറച്ച് പീസേ എന്റെ കയ്യിലുള്ളൂ. എങ്കിലും ഞാനത് ഇപ്പോഴും കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് കൊണ്ട് കിട്ടിയ പീസുകൾ എടുത്തിട്ട് വന്നതാണ്. ബാഗ് കാണുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇങ്ങനത്തെ വലിയ ബാഗ് ഞാനൊരു 2-3 ആഴ്ച മുമ്പ് കാണിച്ചായിരുന്നു. ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബാഗ്. അപ്പൊ അതിന് ഭയങ്കര കസ്റ്റമർ എൻക്വയറി ആയിരുന്നു. പക്ഷെ ഇപ്രാവശ്യം പോയിപ്പോ അങ്ങനത്തെ വലിയ ബാഗ് കിട്ടിയില്ല. പകരം അതിന്റെ തന്നെ ചെറിയ ബാഗുകളാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഒരു കുട്ടി ബാഗ് പോലെ. പക്ഷെ ഇത് കുട്ടി ബാഗ് ആണെങ്കിലും ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൂടെ നല്ലോണം സ്പേസ് ഉണ്ട് ഈ ബാഗിൽ. ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് ഇങ്ങനെയും പിടിക്കാൻ പറ്റും. ഇനി അതല്ല, നീളത്തിലിടണമെങ്കിൽ സ്ലിങ് ഇടാനുള്ള ഓപ്ഷൻ ആണിത്. ഇതിന്റെ ഉള്ളിൽ സ്ലിങ് ഉണ്ട്, അത് ഇടാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു, ഇവിടെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു ഫ്ലാപ്പാണ്. ഈ ഫ്ലാപ്പിന്റെ ഉള്ളിൽ ഒന്നുമില്ല കേട്ടോ, ചുമ്മാ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു 3 ബട്ടൺ വെച്ചിരിക്കുന്നു. ഇതുപോലെയാണ് ഇതിന്റെ ഇവിടുത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഇനി ഇത് നമ്മള് സെന്റർ കള്ളി ഓപ്പൺ ചെയ്ത് കഴിയുമ്പോ ഇതില് കുറെ പേപ്പറുകൾ ഉണ്ട്. ഇതില് നീളത്തിലിടാനുള്ള സ്ലിങ് ആണ് കേട്ടോ ഇതില്. ഇത് കണ്ടോ, ഇതില് ഇത്രയ്ക്ക് സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ 3 ഫോൾഡിന്റെ കൂടെ ഇടാം, വെള്ളം കുപ്പി വെക്കാം, പിന്നെ മൊബൈല്, സാധനങ്ങൾ എന്തൊക്കെ വേണമെന്നുണ്ടെങ്കിലും ഇതിന്റെ ഉള്ളിൽ നമുക്ക് വെക്കാൻ പറ്റും. നല്ലോണം സ്പേസ് ഉള്ള ഒരു ബാഗാണ്. എന്നാൽ നമുക്ക് ഒരു കുട്ടി ബാഗ് പോലെ പിടിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. പിന്നെ ഇതൊക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ്, ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന ബാഗുകളാണ്. അപ്പം ഇതില് 100% വാട്ടർ പ്രൂഫ് എന്ന് പറയില്ല, പക്ഷെ എങ്കിലും കുറച്ച് മഴയൊന്നും കൊണ്ടാല് ഇതിന് വെള്ളം അകത്തേക്കാവില്ല. അപ്പോ അങ്ങനത്തെ നല്ല നല്ല ബാഗുകളാണ്. എന്റെ കയ്യിൽ നിന്ന് ഇതിന്റെ വലുത് വാങ്ങിച്ചവർക്ക് അറിയാം അത്. അപ്പോ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 625. ഫസ്റ്റ് കളർ വരുന്നത് ഒരു പൗഡർ ബ്ലൂ ആണ്. അതിൽ ഇതുപോലെയാണ് ഡിസൈൻ. ഇനി ഇത് തന്നെ വേറെ ഒരു പീസ് കൂടി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ. അപ്പൊ ഞാൻ എന്താണ് ഈ 2 ഡിസൈൻ കാണിക്കണെന്ന് വെച്ചാല്, കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഈ ബാഗുകൾ കാണിച്ചപ്പോ ഒരെണ്ണത്തിൽ വന്നിരിക്കുന്ന ഡിസൈൻ അല്ല വേറെയില്. പക്ഷെ ഞാൻ അത് കാണിച്ചില്ല, കളർ മാത്രമേ കാണിച്ചുള്ളൂ. അപ്പൊ പിന്നീട് ചോദിക്കുന്നവർക്ക് ഇങ്ങനെ ഇതില് കളറ് ബാഗ് ഉണ്ട് പക്ഷെ ഡിസൈൻ വ്യത്യാസമാണെന്ന് പറയുമ്പോൾ അത് വേണ്ട, അത് കാണിച്ചില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരേ കളർ തന്നെ പക്ഷെ ഡിസൈൻ രണ്ടിലും 2 വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് 2 ഡിസൈനും കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ആദ്യത്തത് ഈ പൗഡർ ബ്ലൂവിന്റെ ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഇതാ നല്ലൊരു പിങ്ക് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഷെയ്ഡ് ഒരു ലാവൻഡറിന്റെ ടിന്റാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിന്റെ ഒക്കെ ലൈറ്റ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇത് നമുക്കൊരു കുട്ടി ബാഗ് പോലെ ഉപയോഗിക്കാൻ പറ്റും. ഇനി അതല്ല, ലെങ്ത്തിൽ ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. ഓരോ ബാഗിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 625. ഈ ബാഗ് കാണുമ്പോഴും എല്ലാവർക്കും അറിയാം ഇത് ഞാൻ കാണിച്ചിരുന്ന ബാഗായിരുന്നു. ഒരുപാട് കസ്റ്റമർ എൻക്വയറി ഉള്ള ബാഗാണ്. ഇതും ഇമ്പോർട്ടഡ് ബാഗ് തന്നെയാണ്. ഇതിന്റെ നല്ലൊരു എന്താ പറയാ, നമുക്ക് പിടിക്കുമ്പോഴായാലും അതല്ല അത് കാണുമ്പോഴായാലും ഒരു വെൽവെറ്റിന്റെ ഒക്കെ ഒരു പ്രതീതി തോന്നുന്ന ഒരു ബാഗാണ്. അപ്പം ഇതും ഇമ്പോർട്ടഡ് ആണ് കേട്ടോ, ചൈനയിൽ നിന്ന് വന്ന ബാഗാണ്, ഇമ്പോർട്ടഡ് ബാഗാണ്. ഇതിന്റെ മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്. ഇത് നമുക്ക് 100% വാട്ടർ പ്രൂഫ് അല്ല, പക്ഷെ കുറച്ച് വെള്ളം ആയാലും കുഴപ്പമില്ലാത്ത ബാഗാണ്. അപ്പൊ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റിന്റെ ഷെയ്ഡാണ്, ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ്.
അതില് ഫ്രണ്ടിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ, രണ്ട് വശത്തും വെള്ളത്തിന്റെ കുപ്പി അങ്ങനെ എന്തെങ്കിലും വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഫ്രണ്ടില് ഒരു സിബും ഒരു പോക്കറ്റും ഫ്രണ്ടിലുണ്ട്. പിന്നെ ഇതിന്റെ വാറ് കണ്ടോ, ഇതുപോലെ വീതിയുള്ള ഒരു വാറാണ്. എന്നിട്ട് സെന്ററിൽ എത്തുമ്പോൾ അതിനെ മടക്കി അടിച്ചിരിക്കുകയാണ്. ഇതുപോലെയാണ് ഇതിന്റെ വാറ് വന്നിരിക്കുന്നത്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇത് രണ്ടെണ്ണം ഇവിടെ ഇങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കോർത്ത് കെട്ടാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരെണ്ണാണ്. വേണമെങ്കിൽ ഇതിൽ കൂടെ കടത്താം, അതല്ലെങ്കിൽ വേണ്ട. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിങ്ങനെ അതിനു വേണ്ടിയിട്ടിരിക്കുന്നതാണ്. പിന്നെ ഇതിന്റെ സെന്ററിൽ ഈ സിബ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വീണ്ടും ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. നല്ലോണം സ്പേസ് ഉള്ള ഒരു ബാഗാണ്. ഇതിപ്പോ നമുക്കൊരു യാത്രയ്ക്ക് പോകുമ്പോൾ ഇതിൽ 2 ജോഡി ഡ്രസ്സൊക്കെ നമുക്ക് സുഖമായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ്, ഇമ്പോർട്ടഡ് ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 790. അപ്പൊ ഇതിന്റെ കളറ് ഒരു ലൈറ്റ് ചോക്ലേറ്റ് ഷെയ്ഡാണ്. പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു പിങ്കും പീച്ചും കൂടി കലർന്ന ഒരു ഷെയ്ഡ്. പിന്നത്തെ ഒരു ബാഗ് എന്ന് പറയുന്നത് ഈ കളർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിട്ടുണ്ടായിരുന്നു, നല്ലൊരു ബ്ലൂ ഷെയ്ഡ്. അതുപോലെ ഈ ഷെയ്ഡ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു സിൽവർ ഗ്രേ ഷെയ്ഡ്. പിന്നത്തെ ഒരു ഷെയ്ഡ് ഇത് കാണിക്കാത്തൊരു ഷെയ്ഡാണ്, ഒരു ലാവൻഡർ ഷെയ്ഡ്. അപ്പൊ ഇത്രയ്ക്ക് ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 790. നെക്സ്റ്റ് ബാഗ് ആരൊക്കെയോ എന്നോട് മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ട്രാവൽ ബാഗ് കാണിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് അങ്ങനെ ഒരു ട്രാവൽ ബാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇത് ഒരു 2 ദിവസം 3 ദിവസമൊക്കെ യാത്ര പോവാണെങ്കിൽ അതിൽ നമുക്ക് ഡ്രസ്സും ടൗലും അങ്ങനെയൊക്കെ എല്ലാ സാധനങ്ങളും വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള വാറാണിത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് ഇതിപ്പോ ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ് ഞാൻ കാണിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടില് ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈൻ ഒക്കെ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, അവിടെ ഒരു സിബും ഒരു പോക്കറ്റും ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ 3 കള്ളിയാണ് വന്നേക്കണേ, കണ്ടോ? ഇവിടെ ഒരു സിബും ഇവിടെ ഒരു കള്ളിയുണ്ട്. അതുപോലെ ഇവിടെ ഒരു സിബും ഇവിടെയും ഒരു പോർഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ സെന്ററിലും ഒരു സിബ്. അപ്പൊ അങ്ങനെ 3 കമ്പാർട്ട്മെന്റ് ആണ് ഈ ബാഗിനുള്ളത്. ഇത് എടുത്തു കഴിയുമ്പോ നമുക്ക് നല്ലതുപോലെ സ്പേസ് ആണ് ഇതിന്റെ ഉള്ളിൽ, കണ്ടോ? അതായത് ഇതിന്റെ അടിയിൽ ഇത്രയും സ്പേസ് തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലും കിട്ടാണ്. അപ്പൊ ഇത് നമുക്ക് ഒരു 2 ദിവസമൊക്കെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ട്രാവൽ ബാഗ് ആണ്. ഇതിന്റെ അതെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് മഴയൊന്നും കൊണ്ടാല് ഒന്നും പറ്റാത്ത ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് 750. അപ്പോ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഈ ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡാണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് കണ്ടോ, നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂവും ഗ്രേയുടെ ഒരു ടിന്റും കൂടി, നല്ല എന്നാലും പൗഡർ ബ്ലൂ ആണ് കൂടുതൽ പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്നത്, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവൻഡർ ഷെയ്ഡ്. അപ്പൊ ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ട്രാവൽ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോ ബാഗിന്റെയും റേറ്റ് വന്നിരിക്കുന്നത് 750 രൂപ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ അയച്ചു തരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, ഷിപ്പിംഗ് ഫ്രീ അല്ല കേട്ടോ. ഒരുപാട് പേര് ഷിപ്പിംഗ് ഫ്രീ ചോദിക്കാണ്. ഷിപ്പിംഗ് ഫ്രീ തരാനായിട്ട് എനിക്ക് പറ്റില്ല. കാരണം ഞാൻ ഇവിടെ പോസ്റ്റ് ഓഫീസ് ഇന്ത്യൻ പോസ്റ്റ് എനിക്ക് ഫ്രീ തരുന്നില്ല ഷിപ്പിംഗ്. എന്തൊരു സാധനം അയക്കണമെങ്കിലും അവർക്ക് പൈസ കൊടുക്കണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ബാഗ് അയക്കണമെങ്കിൽ എനിക്ക് 60 രൂപ ഞാൻ ഷിപ്പിങ്ങിന് പോസ്റ്റ് ഓഫീസിൽ കൊടുക്കണം. അപ്പൊ ഞാൻ എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ഫ്രീ ആക്കി തരാം? അതുകൊണ്ട് ഷിപ്പിംഗ് എനിക്ക് ഫ്രീ ആക്കാനായിട്ട് പറ്റില്ല കേട്ടോ. അപ്പോ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.